എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മുന്നിലാണ്. 28-ാം തീയതിയാണ് ഇവിടെ ഉദ്ഘാടനം ഉള്ളത്. അതുവരെ ആർക്കും ഇവിടെ പ്രവേശനമില്ല. ഇതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് വരെ കുറച്ച് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഞാൻ വന്നപ്പോൾ ഇവിടെ ഗേറ്റ് പൂട്ടി കിടക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ബിന്ദു, കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ ഇവിടെ പാർക്കിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇപ്പോൾ പുതിയ റോഡ് അവർ പണിതുണ്ടാക്കിയതാണ്. ഇതിൻ്റെ എക്സിറ്റ് റോഡാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ തുറന്നിട്ടൊന്നുമില്ല, കുറച്ചും കൂടി കഴിഞ്ഞാലാണ് തുറക്കുള്ളൂ. 28-ാം തീയതി ആണല്ലോ ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ 28-ാം തീയതി കഴിഞ്ഞിട്ടാണ് തുറക്കുന്നുണ്ടാവുള്ളൂ. ഇതിൻ്റെ അവിടെ ഐ ലവ് സൂ എന്ന് പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്നു. നോക്കൂ, നമ്മുടെ ചെമ്പൂക്കാവുള്ള പഴയ മൃഗശാല മുഴുവനായിട്ട് ഇങ്ങോട്ട് തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴയ ആ മൃഗങ്ങൾ കൂടാതെ ഇന്ത്യയിലുള്ള അതും പിന്നെ വിദേശത്തുള്ള കുറച്ച് മൃഗങ്ങളെങ്കിലും കൂടി അധികമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലാണ് ഈ മൃഗശാലയ്ക്ക് നല്ലൊരു ഭംഗി വരിക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് 28-ാം തീയതി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ 28-ാം തീയതി കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം 28-ാം തീയതി കഴിഞ്ഞിട്ട് ഒരു 2 മാസക്കാലം ഒരു ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മുഴുവനായിട്ടും ആളുകളെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. അതെന്താ വെച്ചാൽ ഈ വന്ന മൃഗങ്ങൾക്ക് ഇവിടെ പൊരുത്തപ്പെടാൻ തന്നെ 2 മാസം വേണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും സാധാരണക്കാർക്ക് പ്രവേശനം. അവിടെ നിന്ന് കാണുമ്പോൾ ഇതൊരു പുൽത്തകടി പോലെയാണ്. പക്ഷേ സുവോളജിക്കൽ പാർക്ക് എന്ന് നല്ല അടിപൊളിയായിട്ട് എഴുതിയതാണ്. മുകളിൽ നിന്നൊരു ഡ്രോൺ വ്യൂ ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഒരു ആനയുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് കാലമായി കിടക്കുന്നു എന്ന് തോന്നുന്നു. ഇവിടേക്ക് ഏതെങ്കിലും ആനേനെ കൊണ്ടുവന്നതായിരിക്കണം. ഇപ്പോൾ ഈ ഒരു സൂ അടച്ചിട്ടിരിക്കുകയാണ്. 28-ാം തീയതിയാണ് തുറക്കുന്നത്. 28-ാം തീയതിയാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത്. കുറേ മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെ പല വ്ളോഗേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഇപ്പോൾ കുറച്ച് വൈറലായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച വരുന്നുണ്ട്. എന്നിട്ട് നിരാശയോട് കൂടിയിട്ട് ഇത് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിരാശയോട് കൂടിയിട്ട് മടങ്ങി പോകുന്നതെന്ന് കണ്ടു. കുറേ പേര് വന്നിട്ട് ഇതിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഈ നാട്ടിലെ പിള്ളേർ തന്നെ ആയിരിക്കണം. ഇതെങ്ങനെയായിരിക്കും? ഈ കുന്ന് പോലുള്ള സ്ഥലമായിരിക്കുമോ, കാട് പോലുള്ള സ്ഥലമായിരിക്കും? എങ്ങനെയാണ്? കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിൻ്റെ ആ വരയാടുകളെ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ആ സാധനം വരുന്നത്. പേരറിയില്ല. ഇതിൻ്റെ സിംഹത്തിൻ്റെയും കുരങ്ങിൻ്റെയും ഒക്കെ പടം വെച്ചിട്ടുള്ള ഗേറ്റ്. അവിടെ ഉദ്ഘാടനത്തിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആ ഒരു സ്റ്റേജൊക്കെ കിട്ടുന്നത്. അടുത്ത ബൈക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ട് പ്രവേശനമില്ല, അവിടെ ഉദ്ഘാടനം കഴിയാത്ത കാരണം ആരെയും കടത്തി വിടുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മാത്രമാണ് ഇതിനു മുമ്പ് ഒരു അങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കാനുള്ളൊരു അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നത്. മതിലിന് മീതെ ഇങ്ങനൊരു സാധനം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ ആണെന്നാണ് പറയുന്നത്. ശരിക്കും അതേപോലെ തന്നെ നല്ല ഡിസൈനായിട്ട് അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന റോഡുകളായാലും അവിടേക്കുള്ള മതിലുകളായാലും എല്ലാതും നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് സന്ദർശകരുടെ ഒരു ഒഴുക്ക് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം പഴയ സൂ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, നല്ല തിക്കി തിരക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് പിന്നെ ഏക്കർ കണക്കിന് ഭൂമി എടുത്തിട്ടാണ് ഈ ഒരു സൂ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം പണ്ട് ഏതോ ഒരു കൃഷ്ണമൃഗം പഴയ മൃഗശാലയിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഈ ഒരു പുതിയ സൂ വേണമെന്നുള്ള ആവശ്യം വന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ കുറേ ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ സ്ഥലം ഏറ്റെടുത്തിട്ടാണിത് ഉണ്ടാക്കുന്നത്. മഴ പെയ്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ മെല്ലെ ഇവിടുന്ന് പോവാം. ഇവിടെ ഇനി ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ നമ്മളതിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ പകർത്താനും പറ്റില്ല. ഇവിടുത്തെ ഈ കാഴ്ചകൾ മാത്രമേ നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ മുന്നിലായിട്ട് കുറേ വീടുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ, ഇവിടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരെയും കാണാം. അതേപോലെ തന്നെ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ ആ വീടിൻ്റെ ഉമ്മറത്തുനിന്ന് നോക്കിയാൽ തന്നെ ഇവിടുന്ന് കടുവകളൊക്കെ ചിലപ്പോൾ ഓടുന്ന് കാണാൻ പറ്റും. അത്രയും നല്ല അടുത്താണ് ഇവരുടെ വീടുകളൊക്കെ. മഴ പെയ്യുന്നുണ്ട്, വെയിലും ഉണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പറയുന്ന പോലെ കുറുക്കൻ്റെ കല്യാണമാണോ ഇനി?
കൂട്ട് നല്ലൊരു കുന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം ഏക്കർ കണക്കിന് സ്ഥലം ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതിൽ കയറിയിട്ട് തന്നെ കാര്യം. 28-ാം തീയതി വരെ കാത്തിരിക്കണം ഇനി. ഇതും വേറൊരു തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ അതിൻ്റെ സംഘാടക സമിതി ഓഫീസുള്ളത്. ഇവിടെ കൊടിയൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. എന്റെ പേര് വൈഗ. ഞാനാണ് ഇവിടെ ആദ്യം വന്നത്. ഇങ്ങനെ ഇതിരുന്ന് ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. നിങ്ങൾക്കെല്ലാം തിരികെടുന്നത് ഞാനാണേ. സഫാരി പാർക്കിലേക്ക് നിങ്ങൾ പോകുന്നു. ഇവിടെയുള്ളവരെയും കൊള്ളാം. വൃത്തിയായി സൂക്ഷിച്ചേക്കണം. അതിനല്ലേ ഞങ്ങളുള്ളത്. ഞങ്ങളെ നേരവണ്ണം ഉപയോഗിച്ചേക്കണേ. കുട്ടികളുടെ തൃശ്ശൂരിന്റെ കേരളത്തിൽ തന്നെ അഭിമാനിക്കും. കേരള മന്ത്രിമാരുടെ വലിയ നേതാവിനെ അവരെ എത്തിച്ചു. പിന്നെ പുതുതായിട്ട് തുടങ്ങുന്ന ഈ ഒരു മൃഗശാലയിൽ പെറ്റ് ടൂറിസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇഗ്വാന, ഓന്ത് പോലുള്ള ജീവികളെ തലയിലും തോളത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടുന്ന കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം അതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ അതും കൂടിയും പിടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ എന്നറിയില്ല.